ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഹാപ്പി ഈദ് മുബാറക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്, ഉമ്മർക്കാൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും കുട്ടികളും പിന്നെ വേറൊരു ഫ്രണ്ടും വൈഫും കുട്ടിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ക്ലിയർ ഇല്ല കേട്ടോ വീഡിയോ. എങ്കിലും ഈ വീഡിയോ കിട്ടിക്കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ വന്നിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയറുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയുമില്ല. അപ്പോൾ അതെല്ലാ കുട്ടികളും, അവിടെയുള്ള കുട്ടികളും നമ്മുടെ കുട്ടികളും ഫ്രണ്ടിൻ്റെ കുട്ടിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർ നമ്മൾക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടെ വന്ന ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് വെജിറ്റേറിയനാണ്. അപ്പം വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത് നമ്മൾ പോയി കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ അതിൻ്റെ ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സ് ഉണ്ട്, ചിക്കനൊക്കെ ഉണ്ട്. പക്ഷേ വെജിറ്റബിൾ ബിരിയാണീൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഈ ഉമ്മർക്കാൻ്റെ വൈഫായ ഷെറീന താത്തയാണ് നമുക്ക് ഇന്ന് ഉണ്ടാക്കി തരുന്നത്. അപ്പം നല്ലൊരു ഈദായിരുന്നു നമ്മളുടെ. ഇന്ന് നല്ല എൻജോയബിൾ ആയിരുന്നു. കൊല്ലങ്കോട് ആ ഭാഗത്തായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്നത്തെ ഈ വർഷത്തെ പെരുന്നാൾ. അപ്പോൾ എല്ലാ വർഷവും അവർ നമ്മളെ വിളിക്കാറുണ്ട്. അതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് പച്ചമുളക്, സബോള, പുതിന എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം അത് നന്നായി വഴണ്ടി വന്നപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും നന്നായി ഒന്ന് വഴണ്ടെടുത്തു. ഇതിന് മുമ്പ് അവിടെ മട്ടൻ ബിരിയാണി റെഡിയാക്കി വെച്ചേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കുറച്ച് വേഗം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് പെട്ടെന്ന് അറിഞ്ഞില്ലായിരുന്നു വെജിറ്റേറിയൻ ആണെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടി അവർ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തി. അപ്പോൾ നമ്മളും അവിടെ ഇരുന്നു. അപ്പോൾ അവർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അടുത്തത് ചെറിയുള്ളീൻ്റെ പേസ്റ്റാണിത് ഇടുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു എണ്ണയിലേക്ക്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടെ കുറേ കത്തിവെക്കലും സംസാരിക്കലും അങ്ങനെ ആയിട്ട് ഇന്നത്തെ ദിവസം നല്ലൊരു സൂപ്പർ ഡേ ആയിരുന്നു. ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. വളരെ നല്ല സന്തോഷമായിരുന്നു ഇന്ന് ഫുള്ളായിട്ട്. ഞങ്ങൾ വൈകിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം വെളുത്തുള്ളി പേസ്റ്റ് ആയിരുന്നു ഇട്ട് കൊടുത്തത്, പിന്നെ ചെറിയുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു, പിന്നെ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഞ്ചി ഇട്ട് കൊടുത്തു. അതെല്ലാം പിന്നെ ഉപ്പാണ്, കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു ബിരിയാണിക്കൊക്കെ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊതി വരുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ച് തന്നും വിട്ടു കേട്ടോ വീട്ടിലേക്ക്. നല്ല രസമായിരുന്നു ഇന്ന്. അപ്പോൾ അങ്ങനെ നന്നായി ഒന്ന് വഴറ്റി വരുന്നുണ്ട്. കല്ലുപ്പ് ഇട്ട് കൊടുത്തു, തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി നന്നായി ഒന്ന് വഴറ്റി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇവരുടെ ഇവർക്ക് 2 കുട്ടികളാണ്. ഉമ്മർക്കാക്ക് ഷെറീന എന്നാണ് വൈഫിൻ്റെ പേര്. അപ്പോൾ ആ 2 കുട്ടികളും പിന്നെ എന്താ പറയുക നമ്മളുടെ മക്കളും പിന്നെ വേറൊരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും എല്ലാവരും കൂടെ നല്ല എൻജോയ് ആയിരുന്നു ഇന്ന്. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നോ ഒന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ അവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു റെസിപ്പി ഇടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് എടുക്കാമെന്ന് വെച്ചത്. ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കണമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ നമ്മളെപ്പോലെ തന്നെ നല്ല ഒരു ഫ്രണ്ട്ലിയാണ് അവരും. അതുകൊണ്ടാണ് നമ്മൾ ശരി എന്നാൽ പിന്നെ വ്ളോഗ് എടുക്കാമോ എടുത്തോ അതിനെന്താന്ന് പറഞ്ഞു അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്ത് അത് നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുത്തു. അതും നന്നായി ഒന്ന് വഴറ്റുന്നുണ്ട്.
അപ്പോൾ മുഖമൊന്നും എൻ്റെ ഫേസൊന്നും കാണിക്കണ്ട, ബിരിയാണി മാത്രം കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഫേസ് കാണിക്കും എന്നൊക്കെ ഒരു പെർമിഷൻ എടുത്തിട്ടാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തു. തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3/4 ഗ്ലാസ്സോളം തൈര് ഒഴിച്ചു കൊടുത്തു. അപ്പം അതിലേക്ക് ഏത് പാത്രത്തിൽ ഇപ്പോൾ ഒഴിച്ച പാത്രം, വെള്ളം ഒഴിച്ച പാത്രത്തിൻ്റെ ഒരു പാത്രമായിരുന്നു അരി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 1/4 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തു. ഏത് പാത്രത്തിലാണോ നമ്മൾ അരി ഇടുന്നത് അത്. അപ്പോൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാരറ്റും ബീൻസും വഴറ്റുമ്പോൾ ഇടണം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടല എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടുന്നത് മാറിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്, മുന്തിരിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. കടല വെള്ളത്തിലിട്ട് വെച്ചതാണ്, പട്ടാണിക്കടല, ഗ്രീൻ പീസ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് നിറയെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിറയെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് കുറച്ച് അരിയിൽ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിരുന്നു അത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ തിളച്ചപ്പോഴാണ് അരി ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വെന്ത് സെറ്റാവും. അപ്പോൾ ഗ്യാസിലായതുകൊണ്ട് നമ്മൾ കനലൊക്കെ ഇടാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ അതിലേക്ക് ചൂടുവെള്ളം നന്നായി ചൂടാക്കിയിട്ട്, പച്ചവെള്ളം നന്നായി ചൂടാക്കിയിട്ട് നല്ല ചൂടുവെള്ളം ഈ നമ്മൾ തീ ഇടുന്നതിന് പകരം ഗ്യാസിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒരു തട്ടുകൊണ്ട് മൂടിയിട്ട് അതിലേക്ക് നമ്മൾ നന്നായി ഒന്ന് വെന്തതിന് ശേഷം, ഒരുപാട് വേവാതല്ല, നന്നായി ഒന്ന് വെന്തതിന് ശേഷം അതിലേക്കാണ് നമ്മൾ ചൂടുവെള്ളം കയറ്റി വെച്ചത്. അപ്പോൾ അത് നല്ല മണമൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല മണമായിരുന്നു. അവിടെ കയറുമ്പോൾ തന്നെ നല്ല മണമായിരുന്നു. അതിലേക്കാണ് ഇപ്പോഴാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തത്. കുറേ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇത്തിരി ഒഴിച്ചതാട്ടോ. നിറയെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച്. ഇവർ നെയ്യൊക്കെ നല്ല പോലെ ഒഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു. വെറുതെ പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. വയറും നിറയുക മനസ്സും നിറയുക എന്ന് പറയുന്നത് പോലെ ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ കഴിച്ച മട്ടൻ ബിരിയാണി, ആ ബിരിയാണി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കഴിച്ച മട്ടൻ ബിരിയാണിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ അതിന് ശേഷം സാലഡ് കാണിക്കുന്നുണ്ട്. സാലഡ് പിന്നെ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് സെൽഫി അവിടെ നിന്ന് എടുത്തതായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ. ഓക്കെ, താങ്ക് യു.